കാഞ്ഞങ്ങാട് കൃഷ്ണമന്ദിർ റോഡ് ഒരു മാസത്തിനകം പണി പൂർത്തിയാക്കി തുറന്നു നൽകുമെന്ന് നഗരസഭാ അധ്യക്ഷ കെ.വി. സുജാത. ഏകദേശം 90 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കൃഷ്ണമന്ദിർ റോഡ് അറ്റകുറ്റപ്പണികൾ തീർത്ത് യാഥാർത്ഥ്യമാക്കുന്നതെന്നും നഗരസഭാ അധ്യക്ഷ പറഞ്ഞു. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പണി യാഥാർത്ഥ്യമായി തുറന്നു കൊടുക്കുന്നതോടെ കാഞ്ഞങ്ങാട് നഗരത്തിലെ വലിയൊരു ഗതാഗതക്കുരുക്കിനാണ് പരിഹാരമാകുന്നത്. കാഞ്ഞങ്ങാട് നഗരത്തിലെ നവീകരണ പ്രവൃത്തി നടക്കുന്ന മറ്റൊരു റോഡാണ് കാഞ്ഞങ്ങാട് നഗരത്തിന് ബൈപ്പാസ് റോഡായി ഉപയോഗിക്കാൻ കഴിയാവുന്ന ഒരു ശ്രീകൃഷ്ണ മന്ദിർ റോഡ്. 90 ലക്ഷം രൂപയാണ് ഈ റോഡ് നവീകരണത്തിനായി ചിലവഴിക്കുന്നത്, നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. ഡ്രൈനേജ് റോഡ്, കോൺക്രീറ്റ് സൈഡ് ഇന്റർലോക്ക് എന്നിവയാണ് നവീകരണ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. റോഡ് നവീകരണത്തിന്റെ പ്രവൃത്തി ഒരു മാസത്തിനുള്ളിൽ തീരുമെന്നാണ് നഗരസഭാ അധ്യക്ഷ കെ.വി. സുജാത പറയുന്നത്. നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മുടെ ഒരു ബൈപ്പാസ് റോഡായി കാഞ്ഞങ്ങാട് നഗരത്തിന് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്ന ശ്രീകൃഷ്ണ മന്ദിർ റോഡ്. 90 ലക്ഷം രൂപയോളമാണ് അതിന് ചെലവഴിച്ചിട്ടുള്ളത്. അതിൻ്റെ ഡ്രെയിനേജ്, അതുപോലെ തന്നെ റോഡ് കോൺക്രീറ്റ്, അതിൻ്റെ സൈഡ് ഇൻ്റർലോക്ക് എന്നിവയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ റോഡിൻ്റെ പ്രവൃത്തിയും ഒരു മാസത്തിനകം പൂർത്തിയാകും. അതുകൂടി പൂർത്തിയാകുന്നതോട് കൂടിയിട്ട് നഗരത്തിലെ ഗതാഗത കുരുക്കിന് വലിയൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കഴിയും. കാരണം വലിയ വീതി കൂടിയ റോഡായിട്ടാണ് ശ്രീകൃഷ്ണ മന്ദിർ റോഡ് പണി പൂർത്തിയാവുന്നത്. വാഹനങ്ങൾക്കൊക്കെ ഒരു സമാന്തര പാത എന്നുള്ള രൂപത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു റോഡാണ്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ തുടരെ വന്നിട്ടുള്ള മഴ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലും നല്ല രൂപത്തിൽ നമുക്ക് ആ പണി പൂർത്തിയാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഈ റോഡിന് നവീകരണം കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ കാഞ്ഞങ്ങാട് നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് വലിയ രീതിയിൽ പരിഹാരമാകുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. പൊട്ടിപ്പൊളിഞ്ഞ റോഡ് കാരണം പലയിടങ്ങളിലും അപകടങ്ങൾ പതിവ് കാഴ്ചയാണ്. ഈ സാഹചര്യത്തിൽ ശ്രീകൃഷ്ണ മന്ദിർ റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ നാട്ടുകാരുടെ വലിയൊരു ഗതാഗത പ്രശ്നത്തിന് കൂടിയാണ് പരിഹാരമാകുന്നത്. ജയരാജ്, കാഞ്ഞങ്ങാട്, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.